ാണ് ആദ്യം ശ്രീ EN നന്ദകുമാർ, കേന്ദ്ര ഏജൻസികളുടെ പതിവ് നടപടിക്രമം ഒരു അന്വേഷണത്തിന്റെ തുടർച്ച എന്നൊക്കെ പറഞ്ഞൊഴിയാൻ പറ്റുമെങ്കിലും ഇതേ സമയത്ത് ഈ എമ്പുരാൻ വിവാദമുണ്ടായതിന് തൊട്ട് പിന്നാലെയല്ല എമ്പുരാൻ വിവാദം ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു റെയ്ഡ് ED ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപാടുകളിലേക്കും പോയതും അതിന് പിന്നാലെ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതും ഇത് പതിവ് നടപടിക്രമം എന്ന് മാത്രം പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഇതൊരു എമ്പുരാൻ എഫക്റ്റ് തന്നെയല്ലേ? അല്ല മഞ്ജുഷ, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം EDയുടെ കൃത്യമായിട്ടുള്ള പ്രസ് റിലീസുണ്ട്. ആ പ്രസ് റിലീസിൽ പറയുന്നത് 371.80 കോടി ഉറുപ്പിക ക്യാഷായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ക്യാഷിൻ്റെ കണക്ക് 371.80 അത് ചെക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 220.74. ഇത്രയും പണം കൊണ്ടുവരിക എന്നുള്ളത് സാധാരണ നിലയ്ക്ക് എളുപ്പമല്ല. എന്ന് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മാസം തുടങ്ങിയിട്ടുള്ള അന്വേഷണം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമ പിടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഈ സിനിമ ഒരു വലിയൊരു വിഷയമല്ല. കാരണം എമ്പുരാൻ സിനിമ ഞാൻ കണ്ട സിനിമയാണ്. എമ്പുരാൻ സിനിമയ്ക്കകത്ത് എനിക്ക് എമ്പുരാൻ സിനിമ ഒരു സിനിമയായിട്ട് പോലും എനിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത്രയും ഒരു മോശപ്പെട്ട സിനിമയുടെ സംവിധാനത്തിന് പുരസ്കാരം കൊടുത്തു തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊടുത്താൽ ഏറ്റവും മോശപ്പെട്ട സിനിമയുടെ പുരസ്കാരം കൊടുക്കാവുന്നത് പൃഥ്വിരാജിനാണ്. അതേപോലെ തന്നെ ഇതിനകത്തൊരു തിരക്കഥയുള്ളതായിട്ട് എനിക്കറിയില്ല, ഇതിനകത്തൊരു കഥയുള്ളതായിട്ട് നിശ്ചയമില്ല. ഇത് കേവലം ആരെയൊക്കെയോ വിമർശിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ സിനിമയുടെ വരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സിനിമയുടെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് ആകെ വന്ന് 230.7 കോടി റുപ്യയാണ് വരുമാനം വന്നത്. അതിൽ വിദേശത്ത് നിന്ന് വന്നത് 98.7 കോടി റുപ്യയാണ് വന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ 132 കോടി റുപ്യയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാവയുടെയും സിക്കന്ദറിൻ്റെയും വിദേശ കളക്ഷൻ മൊത്തം കളക്ഷൻ്റെ 10-20% നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ ഈ സിനിമയ്ക്ക് ഇത്രയും വിദേശ കളക്ഷൻ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇത് യഥാർത്ഥമായിട്ട് കിട്ടുന്ന കളക്ഷൻ അല്ല. ഞാൻ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എറണാകുളത്ത് ഏറ്റവും പ്രമുഖമായിരിക്കുന്ന തിയേറ്ററിൽ 50% പോലും സീറ്റുകൾ കാലിയായിട്ട് കിടക്കുകയാണ്. സിനിമ കാണാനായിട്ട് ആളില്ല. പക്ഷേ സിനിമയിൽ എല്ലാ ടിക്കറ്റും വിറ്റുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം ഇവിടെ ചില സിനിമകൾ നടക്കുന്ന സമയത്ത് കേരളത്തിൽ, മലയാളത്തിൽ സിനിമാ തിയേറ്ററുകൾ വാടകയ്ക്കെടുക്കുന്ന ചില പരിപാടികൾ ചില നിർമ്മാതാക്കന്മാരെ സംബന്ധിച്ചുണ്ട്. ആ തരത്തിൽ സിനിമാ തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തതാണോ എന്നുള്ളത് സംശയം വരാവുന്നതാണ്. എനിക്കതിന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സിനിമ കാണാൻ കയറിയുള്ള തിയേറ്ററിനകത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ചായ വിൽക്കുന്ന ആൾ പറഞ്ഞത് ഇൻ്റർവെൽ സമയത്ത് വെറും 10 ചായയാണ് പോയെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ചായ കുടിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ സിനിമ കാണാനായിട്ട് ആളുകളില്ല എന്നുള്ളതാണ് വസ്തുത. ആ തിയേറ്ററിൽ നിന്ന് മൊത്തമുണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണം 29 പേര് മാത്രമാണ്. ഞാനത് ഇന്റർവെൽ സമയത്ത് എണ്ണിയതാണ്. എന്ന് വെച്ചാൽ സിനിമ കാണാനായിട്ട് ജനങ്ങൾ വരുന്നില്ല, ആരും വരുന്നില്ല, മറിച്ച് സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ്. 200 കോടി ക്ലബിൽ കയറിയ ഒരു സിനിമയെ കുറിച്ചാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. 200 കോടി ക്ലബ്ബ് മറികടന്നു, അതിനപ്പുറം എത്തിയ ഒരു സിനിമയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല ശ്രീ EN നന്ദകുമാർ, മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, ഇതിന് എമ്പുരാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിനും അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിലുമെന്ന്. പക്ഷേ ഈ റെയ്ഡും ചോദ്യം ചെയ്യലും നടക്കുന്ന സമയത്ത് ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനമുണ്ട്, RSSന്റേതാണല്ലോ. അതിൽ വന്ന ലേഖനത്തിൽ കൃത്യമായിട്ട് ഈ എമ്പുരാൻ സിനിമയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ റെയ്ഡ് എന്ന് പറയുന്നുമുണ്ട്. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈസ് ക്വസ്റ്റനിങ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഫിലിം പ്രൊഡ്യൂസർ ഓഫ് ദ കോൺട്രവേഴ്സ്യൽ മൂവി എമ്പുരാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ചോദ്യം ചെയ്യലെന്നും. അതിനു മുമ്പ് അതിന്റെ ഹെഡിങ് തന്നെ എമ്പുരാൻ നോ ദ LTTE കണക്ഷൻ ആൻഡ് വൈ ഗോകുലം ഗോപാലൻ ഈസ് അണ്ടർ ED സ്കാനർ എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ദ പ്രോബ് ഹാസ് സ്പാർക്കിൾഡ് സസ്പിഷൻസ് അബൌട്ട് ദ ഫണ്ടിങ് ഓഫ് എമ്പുരാൻ, എ ഹൈലി ആന്റിസിപ്പേറ്റഡ് മലയാളം ഫിലിം. ഇനിഷ്യലി എമ്പുരാൻ വാസ് ബാക്ക്ഡ് ബൈ ലൈക്ക പ്രൊഡക്ഷൻസ്, എ കമ്പനി ഫൗണ്ടഡ് ഇൻ 2014 ബൈ ബ്രിട്ടീഷ് സിറ്റിസൺ ആൻഡ് ശ്രീലങ്കൻ ബോൺ സുഭാസ്കരൻ അലിരാജ.
allegations have linked Laika Productions to the banned Sri Lankan Tamil militant group LTTE and jihadi organizations abroad. However, the company withdrew from Emburan and Gokulam Gopalan later took over its production. Authorities are now investigating whether the ഫിലിംസ് ഫണ്ടിംഗ് ഇൻവോൾഡ് ക്വസ്റ്റ്യനബിൾ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാനിലേക്കാണ് ഈ അന്വേഷണം പോയിരിക്കുന്നത് എന്നുള്ളതാണല്ലോ ഓർഗനൈസറിൽ അതേ സമയത്ത് തന്നെ വന്നിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ലിങ്കും എമ്പുരാനുമായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ഇ ഡി നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ച് ഇ ഡിയുടെ പ്രസ് റിലീസിനാണ് പ്രാധാന്യം, ഓർഗനൈസർ വാർത്തയ്ക്കല്ല. ഇ ഡിയുടെ പ്രസ് റിലീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് കള്ളക്കണക്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിദേശത്ത് നിന്ന് ആർക്ക് ഇയാൾക്കാരെ അധികാരം കൊടുത്ത് 370 കോടി രൂപ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 220 കോടി രൂപ ഇയാൾ ചെക്കായിട്ട് കൊണ്ടിരുന്നു. ഇത് ചിട്ടി കമ്പനിയുടെ പേരിലാണ് കൊണ്ടിരുന്നത്. ഈ പണം കൊണ്ടുവന്നിട്ട് ഇയാൾ സിനിമയിലേക്ക് ഉപയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ആ തരത്തിൽ അവിഹിതമായിട്ട് പണം ഇവിടെ കൊണ്ടുവരുന്ന ആളുകൾ ആരാണെങ്കിലും അവരുടെ പേരിലല്ല പ്രശ്നമുള്ളത്. നിങ്ങൾ സാധാരണ ഒരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും, അതുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞുതരും. ഗോകുലം ഗോപാലേട്ടൻ തന്നെ വിളിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും പലരുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ആര് കൊണ്ടെന്നാലും കള്ളപ്പണം ആര് കൊണ്ടെന്നാലും കള്ളപ്പണം തന്നെയാണ്. സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമ അല്ലാതെ കണ്ട് നിർമ്മിച്ചിരിക്കുന്ന സാധനം സിനിമയല്ലാതെ. എമ്പുരാൻ ഒരു സിനിമയുടെ യാതൊരു നിലവാരവും പുലർത്തുന്നില്ല എന്നുള്ളവർ നിരവധി സിനിമകൾ കണ്ടിട്ടുള്ള ആള് എന്നുള്ള എനിക്ക് ഉറപ്പായിട്ട് എന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സാധിക്കും.